നാട്ടുകാരൻ ഈ വീട് ഉടമ ഒരാളുണ്ട്. തെരുവിൽ നിൽക്കുക സാറേ. ഞങ്ങള് വെളിയിൽ വന്ന് റോട്ടിലാണ് പടുത്ത് കിടന്നത്. 13 കുടുംബം, നമുക്ക് 50 കുടുംബം റോട്ടിൽ കിടക്കുമായിരുന്നു നൈറ്റിലൊക്കെ. എവിടെ പോയി കിടക്കാൻ ഒരു മാർഗമില്ല സാറേ. ഞങ്ങൾക്കൊക്കെ സ്ഥലമില്ല, വീടുമില്ല, യാതൊരു ഇതും തന്നിട്ടില്ല. അവര് രാത്രിയൊക്കെ തെരുവിലാ കിടന്നത്. ആരും ഒരു സംരക്ഷണം നമുക്ക് തന്നിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. 2 കുടുംബക്കാരെ അവിടെ കൊണ്ട് കിടത്തി അവർക്ക് ഒരു ഭക്ഷണമോ വെള്ളമോ ഒന്നും അവർ കൊടുത്തിട്ടില്ല. അവരിന്നലെ രാത്രി പട്ടിണിയായിരുന്നു. കൃത്യമായ പുനരധിവാസം ഇതുവരെ സാധ്യമാക്കിയിട്ടില്ല, ഒന്നും ആക്കിയിട്ടില്ല. പക്ഷെ മീഡിയ കൂടി അവർ പറഞ്ഞേക്കണത് ഞങ്ങൾ ഭയങ്കരമായിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്, അവർക്ക് ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്നും ചെയ്തിട്ടില്ല. തീർച്ചയായും നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രശ്നം അതാണ്. സൈഫുദ്ദീൻ പുനരധിവാസം കൃത്യമായി സാധ്യമാക്കിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പുനരധിവാസം എന്ന പേരിൽ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം പറയുന്നത് 12 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ലൈഫ് ഭവന പദ്ധതിയിൽ അവർക്ക് വീട് നൽകുമെന്നുള്ളതാണ്. ലൈഫ് ഭവന പദ്ധതിയുടെ കാലതാമസം നമുക്ക് അറിയാവുന്നതാണ്. അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് വീടുകൾ ലഭിച്ചു വരുമ്പോഴേക്കും സമയം കഴിയുമെന്ന് വെച്ചാൽ ജില്ലാ ഭരണകൂടം പറയുന്നു ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റപ്പെടുന്ന കുടിയിറക്കപ്പെടുന്ന 12 കുടുംബങ്ങൾക്ക് മറ്റൊരിടത്തും വീടോ ഭൂമിയോ ഇല്ല എന്നുള്ളത്. പക്ഷേ അവർക്ക് ഉടനടി മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി നൽകുന്നതിൽ ജില്ലാ ഭരണകൂടം പരാജയപ്പെട്ടു എന്നുള്ളത് വ്യക്തമായി തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടുത്തെ നാട്ടുകാർ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടുത്തെ വീട് ഉടമസ്ഥരൊക്കെയും ഈ തകർന്ന വീടിനുള്ളിൽ നിന്നുള്ള വസ്തുവകകൾ തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് എന്നുള്ളതാണ്. ചേട്ടാ, സാധനങ്ങളെല്ലാം തിരിച്ചെടുക്കാനായോ? എടുത്തോണ്ടിരിക്കണേ ഉള്ളൂ. അപ്പൊ അതിനുള്ള സാവകാശം വരെ തന്നില്ല. ഇന്നലെ ഞങ്ങൾ പരമാവധി ഇന്നലെ ഞങ്ങൾ എടുത്തു. അപ്പൊ ഇന്ന് സകലം ഇടിച്ചു വിട്ടിട്ട് പോയി. ഇപ്പൊ ഇന്ന് ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തീർന്നിട്ടില്ല. എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നായിരിക്കും ഒരു കുടുംബത്തിന്? നിങ്ങളുടെ കുടുംബത്തിന് എത്ര രൂപയുടെ നഷ്ടം? ഞങ്ങളുടെ കുടുംബത്തിന് ഈ വീട് സംബന്ധിച്ച് നോക്കും, വീടില്ലാണ്ട് ഞങ്ങൾക്ക് ഒരു 3-4 ലക്ഷം രൂപയുടെ സാധനം തന്നെ പോയിട്ടുണ്ട്. എത്ര നാളായി നിങ്ങൾ ഇവിടെ താമസിക്കുന്നു? 60 വർഷമായിട്ട് ഞങ്ങൾ താമസിക്കുന്നത്. സൈഫുദ്ദീൻ 60 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളാണ് ഈ പൊളിച്ചു നീക്കിയപ്പെട്ടവരിലും കുടിയിറക്കപ്പെട്ടവരിലും ഭൂരിഭാഗം ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലരും കല്ലോട് കല്ല് മേൽ വെച്ച് പണിതെടുത്തതാണ് ഈ കെട്ടിടങ്ങൾ അത്രയും. നമുക്കറിയാമല്ലോ ഒരു വീട് എത്രത്തോളം വൈകാരികമായി ബന്ധമുള്ളതാണ് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്. അങ്ങനെയുള്ള ഇടത്താണ് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ബുൾഡോസറുകളുമായി 500ഓളം പോലീസുകളുമായി എത്തി ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ഇത് പൊളിച്ചു നീക്കി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ മുമ്പ് ചൂണ്ടിക്കാണിച്ച വിഷയമാണ്. ഇവിടെ ജനപ്രതിനിധികൾ ചുമതലയേറ്റിട്ടില്ല, സർക്കാർ ചുമതലയേറ്റിട്ടില്ല. ആ പവർ വാക്വം ജില്ലാ ഭരണകൂടം ദുരുപയോഗം ചെയ്യപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് ഈ സമയം തന്നെയും തിരഞ്ഞെടുക്കുക ഇത്ര വലിയൊരു ആക്ഷൻ? നമുക്കറിയാം 88 കെട്ടിടങ്ങൾ ഒരു പ്രദേശം അത്രയും പൊളിച്ചു നീക്കുന്ന നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നപ്പോൾ എന്തുകൊണ്ട് ഈ സമയം തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് സംവിധാനങ്ങൾ ഒരുക്കുന്നത്. സാറേ, ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിയിരുന്നു? പ്രതിഷേധം ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ഫോഴ്സ് പ്രയോഗിക്കേണ്ടതായിട്ട് വന്നു? അവരിതിനോട് സഹകരിക്കുകയായിരുന്നു. വലിയ പ്രതിഷേധമൊന്നും ഈ ഘട്ടത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം വലിയ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ജനങ്ങൾ പ്രതിഷേധിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു സാഹചര്യത്തിലേക്ക് ഇന്നലെ രാവിലെ ഇവിടുത്തെ സാഹചര്യങ്ങൾ എത്തിയിരുന്നു. പിന്നീട് ദേവാലയങ്ങളടക്കം പൊളിച്ചുകൊണ്ടായിരുന്നു ഇതിന്റെ നടപടികൾ മുന്നോട്ട് പോയത്. നമുക്ക് മുമ്പിൽ ഈ കാണുന്ന ഇത് ഒരു ചർച്ചാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇത് ഇവിടുത്തെ ഒരു ചർച്ചാണ്. ഈ ചർച്ചും പൂർണ്ണമായും പൊളിച്ചു നീക്കിയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഈ മേഖലയിലുള്ള ഈ ടൗണിലുള്ള നിരവധി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. പക്ഷേ ആരും ഇടപെട്ടില്ല, ആരും ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നിസ്സഹായമായി എല്ലാവരും പറയുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവാണല്ലോ, അത് നടപ്പാക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ഹൈക്കോടതിയുടെ ഉത്തരവാണെങ്കിൽ പോലും എന്തുകൊണ്ട് ഇത്ര വേഗത്തിൽ ഈ സമയം എന്നുള്ളതാണ്.